അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റം ചെയ്യുമ്പോൾ മാത്രമാണ് ഇന്ത്യയിൽ സാധാരണയായി വധശിക്ഷ നൽകാറുള്ളത്. അങ്ങനെ പ്രണയം നടിച്ച് കാമുകനെ കീടനാശിനി കലർത്തിയ കഷായം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ ലഭിച്ചിരിക്കുകയാണ്. ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരാണ് എന്ന് കോടതി വെള്ളിയാഴ്ച തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ശിക്ഷ നടപ്പാകുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം ഇനി അവർ അപ്പീലിന് പോകും. അത് മേൽക്കോടതിയിൽ പോയി എന്താകും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഇതോടെ സംസ്ഥാനത്ത് വധശിക്ഷ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയായി ഗ്രീഷ്മ മാറിയിരിക്കുകയാണ്. നിലവിൽ ഒരു വനിതാ കുറ്റവാളി മാത്രമാണ് വധശിക്ഷ കാത്ത് സംസ്ഥാനത്ത് ജയിലിൽ കഴിയുന്നത്. വിഴിഞ്ഞത്ത് ശാന്തകുമാരി എന്ന വയോധികയെ മോഷണത്തിനെ കൊന്ന് ചാക്കിലാക്കി തട്ടിൻപുറത്ത് ഉപേക്ഷിച്ച കേസിലെ ഒന്നാം പ്രതി റഫീഖ ബീവി മാത്രം. ഈ പട്ടികയിലേക്കാണ് ഗ്രീഷ്മ കൂടി ചേരുന്നത്. നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയാണ് ഈ രണ്ട് കേസുകളിലും വിധി പറഞ്ഞത് എന്നതും ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം തന്നെയാണ്. ഗ്രീഷ്മയ്ക്ക് ഇനി വധശിക്ഷ കിട്ടിയില്ലെങ്കിലും വധശിക്ഷയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചില കണക്കുകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. 2024 ലഭിച്ച കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഇതുവരെ 26 പേർക്കാണ് വധശിക്ഷയ്ക്ക് വിധേയരായിട്ടുള്ളത്. വധശിക്ഷ കാത്തു നിൽക്കുന്നവരുടെ പട്ടികയിലേക്ക് ഗ്രീഷ്മയും കൂടി എത്തുകയാണ്. രാഷ്ട്രപതിയും പ്രതിയുടെ ദേഹാർജി തള്ളിയാൽ തൂക്കിലേറ്റാനുള്ള പ്രക്രിയയ്ക്ക് തുടക്കമാകും. ബ്ലാക്ക് വാറന്റ് പുറപ്പെടുവിക്കലാണ് ആദ്യ നടപടി. പ്രതിയെ കണ്ടംപ്റ്റ് സെൽ എന്ന ഏകാന്ത തടവിലേക്ക് മാറ്റും. പ്രതിക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും നൽകി സന്ദർശകരെയും അനുവദിക്കും. അന്ത്യാഭിലാഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അനുവദിക്കും. വിൽപത്രം എഴുതാനും അവസാനമായി പ്രാർത്ഥിക്കാനും സൗകര്യം നൽകും. പുലർച്ചെയാണ് ഇന്ത്യയിൽ വധശിക്ഷ നടപ്പാക്കുന്നത്. തൂക്കിലേറ്റുന്നത് വ്യക്തിയുടെ ഭാരമുള്ള ഡമ്മി തൂക്കി കയറിന്റെ ബലത്തിൽ ഉറപ്പുവരുത്തും. പുലർച്ചെ പ്രതിയെ നടത്തി കഴുമരത്തിന്റെ പോഡിയത്തിൽ കൊണ്ടു നിർത്തും. കറുത്ത മുഖാവരണം ധരിപ്പിക്കും. കൈകളും കാലുകളും ബന്ധിക്കും. ആരാച്ചാർ കഴുമരത്തിന്റെ ലിവർ വലിക്കുന്നതോടെ പോഡിയത്തിന്റെ തട്ട് പ്രതിയുടെ കാലടിയിൽ നിന്ന് തെന്നിമാറും. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ മരണം സംഭവിക്കും. നിർഭയ കേസിലെ 4 പ്രതികളെ തൂക്കിലേറ്റിയതാണ് ഇന്ത്യയിലെ അവസാന കൊലക്കയർ നടപ്പാക്കൽ. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ വധശിക്ഷ നടപ്പാക്കിയത് 3 പതിറ്റാണ്ട് മുൻപാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ 1991. റിപ്പർ ചന്ദ്രനെയാണ് അന്ന് തൂക്കിലേറ്റിയിട്ടുണ്ടായിരുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു ശിക്ഷ. പല കേസുകളിലായി നിലവിൽ 22 പേർ വധശിക്ഷ കാത്ത് പല ജയിലുകളിലായി കഴിയുന്നുണ്ട്. അതിൽ 23ാമതായി കഷായം ഗ്രീഷ്മയും എത്തിയിരിക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 2 തൂക്കുമരങ്ങളും തിരുവനന്തപുരം പൂജപ്പുരയിൽ 1 തൂക്കുമരവുമാണ് ഉള്ളത്. വിയൂരും താനൂരും തൂക്കിലേറ്റാൻ സൗകര്യങ്ങളൊന്നും തന്നെയില്ല. ഒരു ജയിലിലും സ്ഥിരം ആരാച്ചാറുമില്ല. വധശിക്ഷ നടപ്പാക്കുന്നതിന് 2 ലക്ഷം രൂപയാണ് പ്രതിഫലം നൽകുന്നത്. ദയാഹർജി തള്ളുന്നത് വരെ മറ്റു തടവുകാരെ പോലെ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെയും പരിഗണിക്കുന്നത്. ജയിലിൽ മറ്റു തടവുകാർക്കൊപ്പം താമസിപ്പിക്കും. ജോലികൾ ചെയ്യണം. എന്നാൽ പരോൾ ലഭിക്കുകയില്ല. രാഷ്ട്രപതി ദയാഹർജി തള്ളിയാൽ പിന്നീട് ഏകാന്ത തടവാണ്. ദിവസവും ഡോക്ടർമാർ പരിശോധിക്കും. പൂർണ്ണ ആരോഗ്യം ഉറപ്പാക്കിയ ശേഷം മാത്രമേ വധശിക്ഷ നടപ്പാക്കുകയുള്ളൂ എന്നത് മറ്റൊരു കാര്യം. കുറ്റം അപൂർവങ്ങളിൽ അപൂർവം എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ കോടതികൾ പ്രതിക്ക് വധശിക്ഷ വിധിക്കുന്നത്. അത്യപൂർവ കുറ്റങ്ങളിൽ അല്ലാതെ വധശിക്ഷ പാടില്ല എന്ന് ഇന്ത്യയിലെ പരമോന്നത കോടതി പലതവണ കീഴ്ക്കോടതികളെ ഓർമ്മിപ്പിച്ചിട്ടുമുണ്ട്. കേരളത്തിൽ 2 ജയിലുകൾ തൂക്കിക്കൊല്ലാനാകാവുന്ന സൗകര്യങ്ങളുണ്ട്. ഒന്ന് വടക്ക് കണ്ണൂര്, 2 തെക്ക് തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ. കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട ശേഷം ഈ 2 ജയിലുകളിലുമായി ആകെ തൂക്കിലേറ്റപ്പെട്ടത് 26 കുറ്റവാളികളാണ്. 45 വർഷം മുമ്പ് നിരവധി പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന അഴകേശൻ എന്ന ദുർമന്ത്രവാദിയെ തൂക്കിലിട്ടതാണ് പൂജപ്പുരയിൽ നടപ്പിലാക്കിയ അവസാനത്തെ വധശിക്ഷ. കണ്ണൂർ സെൻട്രൽ ജയിലിലാകട്ടെ 1991 സീരിയൽ കില്ലർ റിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റിയതാണ് അവസാനത്തേത്. ചുറ്റിക കൊണ്ട് തലക്കടിച്ച് 14 പേരെ കൊലപ്പെടുത്തിയ കുറ്റവാളിയായിരുന്നു റിപ്പർ ചന്ദ്രൻ. കേരളത്തിൽ ഒരു കുറ്റവാളിയെ തൂക്കിലേറ്റിയിട്ട് 33 വർഷം കഴിഞ്ഞു എന്നർത്ഥം. റിപ്പർ ചന്ദ്രന് ശേഷവും കേരളത്തിലെ കോടതികൾ പല കേസുകളിലും വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. എന്നാൽ ആ ശിക്ഷകൾ ഒന്നും തന്നെ നടപ്പായിട്ടില്ല. പലരുടെയും വധശിക്ഷ അപ്പീൽ കോടതികൾ ജീവപര്യന്തമാക്കി ഇളവ് ചെയ്യുകയായിരുന്നു. ലോകമെങ്ങും വധശിക്ഷയ്ക്കെതിരെ മനുഷ്യാവകാശ സംഘടനകൾ ശബ്ദമുയർത്തുന്ന കാലമാണ് ഇന്ന്. ലോകത്ത് 98 രാജ്യങ്ങൾ വധശിക്ഷ പൂർണ്ണമായും നിർത്തലാക്കിയിട്ടുണ്ട്. ചൈന, ഇറാൻ, സൗദി അറേബ്യ എന്നീ 3 രാജ്യങ്ങളിലാണ് ലോകത്ത് ഏറ്റവും അധികം വധശിക്ഷ നടപ്പാക്കപ്പെടുന്നത്. ലോകത്ത് പല രാജ്യങ്ങളിലും പല രീതികളിലാണ് വധശിക്ഷ നടപ്പാക്കുന്നത്.